വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP അധ്യാപക നിയമനം ഇഴയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. മെയ് 30 2025 മെയ് 30 ലിസ്റ്റിന്റെ കാലാവധി തീരാനിരിക്കെ 4600 നിയമനങ്ങൾ മാത്രമാണ് ഈ ലിസ്റ്റിൽ നടന്നിട്ടുള്ളത്. അതായത് 4400 നിന്ന് കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ട് ആകെ നടന്നത് 200 നിയമനങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 6294 പേർക്ക് നിയമനം ലഭിച്ചപ്പോൾ ഈ ലിസ്റ്റിൽ ഇപ്പോഴത്തെ തീരാൻ പോകുന്ന ലിസ്റ്റിൽ ഏകദേശം 2000-ഓളം നിയമനങ്ങൾ കുറവാണ് വന്നിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2025 മെയ് 30 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ 31 അധ്യയന വർഷം അവസാനിക്കുമ്പോൾ LP അധ്യാപകരുടെ ഒഴിവുകൾ, അതായത് 31 റിട്ടയർ ആകുന്ന അധ്യാപകരുടെ ഒഴിവുകൾ പ്രസ്തുത ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനിയും നിയമനങ്ങളൊക്കെ തന്നെ കുറയാനുള്ള സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിനേക്കാൾ ഇപ്പോൾ തന്നെ 2000-ഓളം നിയമനങ്ങൾ കുറവാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ ലിസ്റ്റ് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ മെയ് 31 റിട്ടയർ ആകുന്ന അധ്യാപകരുടെ നിയമനങ്ങൾ ഒഴിവുകൾ പുതിയ ലിസ്റ്റിലേക്ക് പോവുകയും പ്രസ്തുത നമ്മുടെ ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം സാഹചര്യം ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കുള്ള 41 ഒഴിവിൽ ആളില്ല എന്നുള്ള ഒരു വാർത്ത നമുക്ക് പത്രമാധ്യമങ്ങളിൽ കൂടി കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം LP അധ്യാപക റാങ്ക് പട്ടികയിൽ 2022 മെയ് 31 നിലവിൽ വന്നത്. 14 ജില്ലകളിലൂടെ റാങ്ക് പട്ടികയിൽ 11,602 പേർ ഉൾപ്പെട്ടു. അതിൽ 7000 പേർ ഇനിയും നിയമനം കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അയച്ചത്, 1155 എണ്ണം. കുറവ് വയനാട്ടിലും 92 എണ്ണം. മലപ്പുറത്തൊഴികെ ഒരു ജില്ലയിലും നിയമന ശുപാർശ 500-ൽ എത്തിയിട്ടില്ല. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഭിന്നശേഷിക്കാർക്കുള്ള 41 ഒഴിവുകൾ നിയമനം നടത്താതെ മാറ്റിവച്ചിരിക്കുകയാണ്. ഭിന്നശേഷിക്കാർ റാങ്ക് പട്ടികയിൽ ഇല്ലാത്തതിനാലാണ് കാരണം പറഞ്ഞിരിക്കുന്നത്. എയ്ഡഡ് സ്കൂളുകളിലും ഭിന്നശേഷി നിയമനത്തിന് ആളെ കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ജൂണിന് ശേഷം നിയമന ശുപാർശ അയച്ചിട്ടില്ല. ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലും കഴിഞ്ഞ 2 മാസമായി ഒരാൾക്ക് പോലും നിയമനമില്ല. അപ്പോൾ LP അധ്യാപക നിയമനം ഇഴയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതുവരെ നിയമനം ലഭിച്ചത് റാങ്ക് ലിസ്റ്റിലെ 39.77% പേർക്ക് മാത്രമാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. മെയ് 30 2025 മെയ് 30 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നത്. അതുവരെ ഉള്ള സമയങ്ങളിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൂട്ടായി ഒരു പരിശ്രമം നടത്തേണ്ടത് ആവശ്യമാണ്. കാരണം ജില്ലകളിൽ ഒഴിവുകൾ ഉണ്ടെങ്കിൽ ആ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കേണ്ടത് ഉദ്യോഗാർത്ഥികളുടെ കടമയാണ്. അങ്ങനെ ഉദ്യോഗാർത്ഥികൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിച്ചാൽ മാത്രമേ കൂടുതൽ അഡ്വൈസുകൾ പോവുകയുള്ളൂ, നിയമനങ്ങൾ കൂടുതൽ നടക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഏകദേശം 2000-ഓളം നിയമനങ്ങൾ കഴിഞ്ഞ തവണത്തേനേക്കാൾ കുറവാണ്. 2000-ഓളം നിയമനങ്ങൾ കുറവാണ് ഈ ലിസ്റ്റിൽ നിന്നുള്ളത്. അപ്പോൾ അത് പഴയ ലിസ്റ്റിന്റെ അത്രയും നിയമനങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള 5 മാസങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ നന്നായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ കൂടുതൽ നിയമനങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനം നടത്തണമെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമാവധി കുട്ടികളിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി എന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.